രുചിഭേദങ്ങൾ. എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെ നാടൻ കായ വറുത്തത് അഥവാ ബനാന ചിപ്സ് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ? അപ്പോൾ നമുക്കത് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല സ്വാദോടുകൂടെ നല്ല ക്രഞ്ചിയും ക്രിസ്പി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തവണ ഓണത്തിന് എല്ലാവരും കടയിൽ നിന്നൊന്നും പോയി വാങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് കടയിലുള്ളതിനെക്കാട്ടിലും സ്വാദോടുകൂടെ വീട്ടിലുണ്ടാക്കാൻ പറ്റും, അതും ഹൈജീനിക്കായിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇന്ന് രാവിലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന കായ കേട്ടോ. പക്ഷേ ഇവിടുത്തെ ചൂട് കാരണം ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്, എന്നാലും പച്ചക്കായാണ്. അപ്പോൾ നമ്മൾ വാങ്ങണ സമയത്ത് ചിപ്സിന് വേണ്ടിയിട്ടുള്ള കായ എന്ന് പറഞ്ഞിട്ട് വേണം വാങ്ങാനായിട്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു രീതിയിലൊക്കെ കായ കിട്ടാറുള്ളൂ. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല കായായിട്ട് കിട്ടും. അപ്പോൾ നേന്ത്രക്കായ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല വണ്ണത്തിലുള്ള കായായിട്ട് എടുക്കാനായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല വട്ടത്തിൽ വലുപ്പത്തിലായിട്ടുള്ള ചിപ്സ് കിട്ടും. അപ്പോൾ നേന്ത്രക്കായ ഞാൻ തോലോടുകൂടെ തന്നെ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് തുടച്ചെടുത്ത് വെച്ചതാട്ടോ. ഇത് കത്തി കൊണ്ട് ചെറുതായിട്ട് എല്ലാ വശവും ഒന്ന് മാർക്ക് ചെയ്ത് പൊളിച്ചെടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ കിട്ടും. അതുമാത്രമല്ല നല്ല മൂത്ത കായയാണെങ്കിൽ തോല് എളുപ്പത്തിൽ പേർന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി വെക്കാം. അപ്പോൾ കടയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായ ഡയറക്റ്റായിട്ട് തന്നെ അവർ എണ്ണയിലേക്ക് സ്ലൈസ് ചെയ്ത് ഇടുകയാണ് ചെയ്യാറ്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നേന്ത്രക്കായ ഒരു 10-15 മിനിറ്റ് ഒന്ന് മുക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിലും വിരോധമൊന്നുമില്ല കേട്ടോ. ഞാൻ ആ ഒരു രീതിക്കും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, രണ്ടിനും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. എന്നാലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരണമെന്ന് മാത്രം. അപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞാൽ അതുപോലെ ഓരോ കായായിട്ട് എടുത്തിട്ട് തുണിയോ ടിഷ്യൂ പേപ്പറിലോ നന്നായിട്ട് സ്ക്രബ് ചെയ്യണ രീതിയിൽ തുടച്ചെടുത്ത് മാറ്റുക. അപ്പോൾ ഞാൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ബനാന ചിപ്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ട്. കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകയും ചെയ്തു കേട്ടോ. അതിന് ശേഷമാണ് നിങ്ങളുമായിട്ട് ഈ റെസിപ്പി ഷെയർ ചെയ്യണത്. അപ്പോൾ വളരെ കുറച്ച് ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കത്തി കൊണ്ട് വളരെ തിന്നായിട്ട് മുറിച്ചെടുക്കാം. ഞാനിന്ന് ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന ഭാഗം ആവണ സമയത്ത് അതിങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് കത്തി കൊണ്ട് വീണ്ടും സ്ലൈസ് ചെയ്തെടുക്കും. അപ്പോൾ കണ്ടില്ലേ, വളരെ തിന്നായിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഈ ഒരു രീതിയിൽ സ്ലൈസ് ചെയ്തെടുത്താൽ. അപ്പോൾ കൈകൊണ്ട് ചെയ്യണവരാണെങ്കിൽ എത്രത്തോളം തിന്നാക്കി സ്ലൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും തിന്നാക്കി ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ 2 രീതിയിലും സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുഡ് പ്രോസസ്സറിൽ ചെയ്താണ്. കണ്ടില്ലേ, നമ്മളൊന്ന് ഇത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇളകും. കണ്ടില്ലേ, നല്ല തിന്നായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കൈകൊണ്ട് മുറിച്ചതാണ്. കണ്ടില്ലേ, ഇത് നന്നായിട്ട് ഇളകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇളകണില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് കുറച്ച് കട്ടിയിൽ മുറിച്ചെടുത്താണ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട്. അടുത്ത ചിപ്സിലേക്കുള്ള ഉപ്പുവെള്ളം തെളിക്കാനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. അടുത്ത് നേന്ത്രക്കായ വറുത്തെടുക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നേന്ത്രക്കായ ഇട്ട് കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിപ്സിലൊക്കെ എണ്ണ കുടിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും ഈ ഒരു ചിപ്സ് വറുത്തെടുക്കരുത്. അപ്പോൾ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട്ടുകം കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബബിൾസൊക്കെ അടങ്ങണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ ഉപ്പുവെള്ളം ഇതിലേക്ക് തെളിക്കാൻ പാടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ബബിൾസൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉപ്പും മഞ്ഞളും വെള്ളവും കൂടെ ഉള്ളത് ഇതിലേക്ക് ഒന്ന് ഇളക്കിയ ശേഷം വേണം ഓരോ തവണയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്.
അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവുകളൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും എണ്ണ ഒഴിക്കുന്നുണ്ടാവുക, കായ ഇടുന്നുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് വെള്ളം തെളിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഉപ്പ് വെള്ളത്തിൻ്റെ തിള നിന്ന ശേഷം മാത്രമേ നമ്മൾ ഇതിന്ന് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ബാച്ച് എടുത്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് ഓരോ ബാച്ചും വറുത്തെടുക്കണം. അപ്പോൾ എപ്പോഴും ഉപ്പ് വെള്ളം തെളിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ചിപ്സ് കഴിക്കാനേ പറ്റില്ല, കുറഞ്ഞാലും വിരോധമില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിരുന്ന സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കണ സമയത്ത് ഉണ്ടാവണ ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരു പ്രത്യേക സന്തോഷമാണ്. ഇതുവരെ അങ്ങനെയൊന്നും ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മടിച്ചിരിക്കരുത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണത്. അപ്പോൾ ഒരു കൊല്ലത്തിന് ശേഷം നാട്ടിൽ പോയി വന്ന ശേഷം എടുക്കണ ആദ്യത്തെ വീഡിയോ കേട്ടോ അത്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് പോലും ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കായ സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബാച്ചും വറുത്ത് കോരാം. അപ്പോൾ ഞാൻ അളന്ന് നോക്കിയ സമയത്ത് ഏകദേശം 300 ഗ്രാമിന് മുകളിലുണ്ടായിരുന്നു. അത് ഈ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കഴിച്ചുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയണത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എത്ര ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും കുറഞ്ഞ അളവിലെങ്കിലും ചെയ്ത് നോക്കില്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.